കഥയാരംഭിക്കുന്നത് നഗരത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഗ്യാങ്സ്റ്റർ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു ഫൈറ്റിൽ നിന്നുമാണ്. സിസർ ഗ്യാങ്ങും എതിരാളി ഗ്യാങ്ങും തമ്മിൽ ഒരു വലിയ കെട്ടിടത്തിന്റെ റൂഫ് ടോപ്പിൽ വെച്ച് ശക്തമായ ഫൈറ്റ് ഇറങ്ങിയേറുകയായിരുന്നു. ആ ഫൈറ്റിനൊടുവിൽ സിസർ ഗ്യാങ്ങിന്റെ ബോസിനെ എതിരാളി ഗ്യാങ് കൊല്ലാൻ വന്നപ്പോഴേക്കും അങ്ങോട്ടേക്ക് സിസർ ഗ്യാങ്ങിന്റെ ലീഡർ കടന്നു വന്നു. യൂൻജിൻ എന്ന് പേരുള്ള ഒരു സ്ത്രീയായിരുന്നു അത്. മികച്ച മാർഷൽ ആർട്സ് വിദഗ്ധയായ യൂൻജിൻ എതിരാളികൾക്കെതിരെ ഫൈറ്റ് ആരംഭിക്കുകയാണ്. തന്റെ സിഗ്നേച്ചർ വെപ്പണായ വലിയ സിസേഴ്സ് ഉപയോഗിച്ചായിരുന്നു യൂൻജിന്റെ ആക്രമണം മുഴുവൻ. യൂൻജിന്റെ ആക്രമണം ശക്തമായതോടെ എതിരാളി ഗ്യാങ്ങുകൾ പിൻവാങ്ങാൻ ആരംഭിച്ചു. പക്ഷേ പിന്നാലെ അങ്ങോട്ടേക്ക് അവർക്ക് ബാക്കപ്പും എത്തി. പെട്ടെന്നുള്ള നീക്കമായിരുന്നു അവരുടേത്. റൂഫ് ടോപ്പിൽ നിന്ന് ഒരാൾ യൂൻജിനെ ചവിട്ടിത്തെറിപ്പിച്ചു. ഏറെ ഉയരമുള്ള ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് യൂൻജിൻ തെറിച്ച് താഴേക്ക് പതിച്ചു. അവൾ വന്നു വീണത് ഒരു വലയിലേക്കും അവിടെ നിന്ന് ഒരു ചിക്കൻ ട്രക്കിന്റെ മുകളിലേക്കുമായിരുന്നു. ചെറിയ പരിക്കേറ്റെങ്കിലും അവളുടെ ജീവൻ നഷ്ടമായിരുന്നില്ല. തലയിടിച്ചതുകൊണ്ട് അവൾ ബോധരഹിതയായി. ചിക്കൻ ട്രക്ക് മുമ്പിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് കുറച്ച് സ്ട്രീറ്റ് റേസേഴ്സ് ആയിട്ടുള്ളവർ റോഡിൽ വേഗത്തിൽ വണ്ടി ഓടിച്ചു വന്നപ്പോൾ ഡ്രൈവറുടെ ബാലൻസ് തെറ്റി. വണ്ടി പെട്ടെന്നൊന്ന് ചെരിഞ്ഞപ്പോൾ വണ്ടിക്ക് മുകളിലുണ്ടായിരുന്ന യൂൻജിൻ താഴേക്ക് വീഴുകയാണ്. പിന്നാലെയായിരുന്നു അതുവഴി കള്ളുകുടിയനായിട്ടുള്ള യൂൻ ജേച്ചോൾ നടന്നു വരുന്നത്. യൂൻജിൻ വീണുകിടക്കുന്നത് കണ്ടതും ജേച്ചോൾ അവളെ സഹായിക്കാൻ ശ്രമിച്ചു. തന്റെ പുറത്തു കയറ്റി അവളെ വലിച്ചുകൊണ്ടുപോവാനായി ഒരു ശ്രമം അവൻ നടത്തിയെങ്കിലും അവൾ താഴേക്ക് വീണു. വീഴ്ചയിൽ തലയിടിക്കുകയും ചെയ്തു. ആ ഒരു ആഘാതത്തിലാണ് അവളുടെ ഓർമ്മ നഷ്ടപ്പെടുന്നത്. അവൾക്ക് അമ്നീശ സംഭവിച്ചു. പിന്നീട് ഭേദപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് താൻ ആരാണെന്നോ എന്താണെന്നോ ഓർമ്മയുണ്ടായിരുന്നില്ല. ജേച്ചോൾ തന്നെ അവളെ തന്റെ കൂടെ കൂട്ടി. പേര് പോലും ഓർമ്മയില്ലാതിരുന്ന അവൾക്ക് ജേച്ചോൾ സൂസു എന്ന പേര് കൊടുത്തു. സൂസു എന്ന് അവളെ വിളിക്കാനും ആരംഭിച്ചു. ജേച്ചോളിന് ചെറിയൊരു ചൈനീസ് ഫുഡ് റെസ്റ്റോറന്റ് ഉണ്ട്. സൂസു എന്ന പേര് സ്വീകരിച്ച യൂൻജിൻ ഇപ്പോൾ താൻ ആരെന്നോ എന്തെന്നോ അറിയാതെ അവിടെ ജേച്ചോളിനെ റെസ്റ്റോറന്റ് ജോലികളിൽ സഹായിച്ചും ഡെലിവറി ഗേളായി ജോലി നോക്കിയുമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഓർമ്മകൾ മുഴുവൻ നഷ്ടപ്പെട്ടതാണ് എന്ന് യൂൻജിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പല രീതിയിൽ തന്റെ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരാൻ യൂൻജിൻ ശ്രമം നടത്തി. യൂൻജിൻ സുന്ദരിയായതുകൊണ്ട് തന്നെ ജേച്ചോളിന് യൂൻജിനോടൊരു ഇഷ്ടമൊക്കെ തോന്നിയിരുന്നു. രാത്രിയിൽ യൂൻജിൻ ഉറങ്ങുമ്പോൾ അവളുടെ അടുത്തെത്തി ഇന്റിമേറ്റ് ആവാനൊക്കെ ജേച്ചോൾ ശ്രമിച്ചെങ്കിലും മാർഷൽ ആർട്സ് സ്കില്ലുകളുള്ള യൂൻജിൻ തന്റെ റിഫ്ലക്സ് ആക്ഷൻ കൊണ്ട് തന്നെ അവനെ ചവിട്ടി പുറത്താക്കി. അതുപോലെ ആ പ്രദേശത്തെ പണക്കാരനായ ഒരു വ്യക്തിയും യൂൻജിന്റെ ഭംഗി കണ്ട് അവളോട് ഫ്ലേർട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചെങ്കിലും അയാൾക്കും അത്യാവശ്യം നല്ല രീതിയിലൊരു മറുപടി യൂൻജിൻ കൊടുക്കുക തന്നെ ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ജേച്ചോളിനൊരു മകളുണ്ട്. ജിഹ്യൂൻ എന്നാണ് അവളുടെ പേര്. ജിഹ്യൂൻ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ്. സ്കൂളിലെ പ്രശ്നക്കാരായ കുറച്ച് കുട്ടികൾ അവളെ എപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു. അന്നും അതുപോലെ ജിഹ്യൂൻ തന്റെ കൂട്ടുകാർക്കൊപ്പം സന്തോഷത്തോടെ സമയം ചിലവഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രശ്നക്കാരായ കുട്ടികൾ അങ്ങോട്ടേക്ക് വരികയും അവളെ ഉപദ്രവിക്കുകയും ചെയ്തു. അന്നതൊരു ഫൈറ്റിലേക്ക് വഴിവെച്ചിരുന്നു. ജിഹ്യൂൻ വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ തല്ലുകൊണ്ട ചോരപ്പാടുകളൊക്കെ അവളുടെ മുഖത്തുണ്ട്. ദുഃഖത്തിൽ വീട്ടിലേക്കെത്തിയ അവൾ കണ്ടത് ജേച്ചോളും യൂൻജിനും അടുത്തിടപഴകുന്നതും മറ്റുമായിരുന്നു. അത് കണ്ടതും അവൾ കൂടുതൽ അസ്വസ്ഥയായി. അവൾ വേഗത്തിൽ തന്റെ മുറിയിലേക്ക് പോയി. ജേച്ചോൾ മകളുടെ പിന്നാലെ ചെന്ന് എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ചു. പക്ഷെ അവൾ ദേഷ്യപ്പെടുക മാത്രമായിരുന്നു ചെയ്തത്. കാര്യമെന്തെന്ന് പറഞ്ഞതേയില്ല. സംഭവം എന്തെന്നാൽ അമ്മയുടെ മരണശേഷം അച്ഛനാണ് അവളെ വളർത്തിയത്. തന്റെ അച്ഛൻ മറ്റൊരു സ്ത്രീയുമായി ഇഷ്ടത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതുമൊന്നും അവൾക്കിഷ്ടമായിരുന്നില്ല. അടുത്ത ദിവസം പതിവ് പോലെ യൂൻജിൻ ഡെലിവറിക്ക് പോയി. അവളുടെ ഉള്ളിലെ ഗ്യാങ്സ്റ്റർ ചിന്തകൾ അപ്പോഴും ബാക്കിയുണ്ട് എന്നതിന്റെ തെളിവ് അന്ന് പ്രകടമായിരുന്നു. വണ്ടി ഓടിച്ച അവൾ ട്രാഫിക് റൂളുകളെയൊന്നും മതിച്ചില്ല. അപകടമുണ്ടാക്കുന്ന തരത്തിൽ തന്റെ ഇഷ്ടം നോക്കി മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം റെസ്റ്റോറന്റിലേക്ക് കുറച്ച് ഗ്യാങ്സ്റ്റേഴ്സ് വന്നു. പലപ്പോഴും റെസ്റ്റോറന്റിൽ എത്തുന്നവർ ഭക്ഷണം കഴിച്ച് പണം കൊടുക്കാതെ പോകും. അന്ന് യൂൻജിൻ അവരോട് പണം ചോദിച്ച് പ്രശ്നമുണ്ടാക്കാൻ ആരംഭിച്ചു. ഗ്യാങ്സ്റ്റേഴ്സ് അവളെ തല്ലാൻ കൈ ഉയർത്തിയതും പെട്ടെന്ന് ജേച്ചോൾ വന്ന് ആ ഗ്യാങ്സ്റ്ററുടെ കൈ തടഞ്ഞു. യൂൻജിനു മുമ്പിൽ ഹീറോയിക് ആക്ഷൻ പോലെ ഗ്യാങ്സ്റ്റേഴ്സിനോട് പറഞ്ഞ് അവരെ പുറത്തെത്തിച്ചു. പക്ഷേ പുറത്തെത്തിയതും ജേച്ചോളിന്റെ ഭാവം മാറി. നടന്നതിനൊക്കെ ക്ഷമ ചോദിക്കുകയും ഭക്ഷണത്തിന്റെ പണമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അപേക്ഷിച്ച് കുറെ സോറിയൊക്കെ പറഞ്ഞ് ഗ്യാങ്സ്റ്റേഴ്സിനെ പറഞ്ഞുവിടാൻ അയാൾ ശ്രമിച്ചു. യൂൻജിനു മുമ്പിൽ അവളെ ഇംപ്രസ് ചെയ്യിക്കുവാൻ താനൊരു ഹീറോയെ പോലെ വ്യക്തിയാണ് എന്ന് കാണിക്കണം എന്നേ ജേച്ചോളിനുണ്ടായിരുന്നുള്ളൂ. ആദ്യം ഗ്യാങ്സ്റ്റേഴ്സിന് ദേഷ്യം വന്നെങ്കിലും
എങ്കിലും ജയച്ചോൾ കുറെ ക്ഷമ ചോദിക്കുകയും അങ്ങനെ താഴ്ന്നു നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടതും ജയച്ചോളിനെ വിട്ട് പ്രശ്നമുണ്ടാക്കാതെ അവർ പോയി. പക്ഷേ ഇതിനിടയിൽ വിദഗ്ധമായി ജയച്ചോൾ ആ ഗ്യാങ്സ്റ്റേഴ്സിന്റെ പോക്കറ്റ് അടിച്ചിരുന്നു. യൂൻജിൻ അന്നും തന്റെ ഫുഡ് ഡെലിവറിക്ക് പോയി. ശേഷം യൂൻജിന് ബാങ്കിൽ പോവേണ്ടുന്ന ആവശ്യമുണ്ടായിരുന്നു. ബാങ്കിലെത്തി യൂൻജിൻ വെയിറ്റ് ചെയ്തിരിക്കാൻ ആരംഭിച്ചു. അവളെ കിട്ടിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ഒരേ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിരുന്നു. അവളുടെയും ചേച്ചിയുടെയും പഴയകാല ഒരു ചിത്രം. അവൾ അതിലേക്ക് നോക്കി താൻ ആരായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിരിക്കാൻ ആരംഭിച്ചു. പെട്ടെന്നാണ് ബാങ്കിലേക്ക് മോഷ്ടാക്കളുടെ ഒരു സംഘം ആക്രമിക്കാൻ എത്തുന്നത്. തന്റെ മാർഷൽ ആർട്സ് സ്കില്ലുകളെപ്പറ്റി ഓർമ്മയിൽ ഇല്ലാതിരുന്ന യൂൻജിൻ ഭയന്ന് മറഞ്ഞിരിക്കാനും മറ്റും ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മോഷ്ടാവ് ഗർഭിണിയായ ഒരു സ്ത്രീയെ വല്ലാതെ ആക്രമിക്കുന്നത് യൂൻജിന്റെ കണ്ണിൽ പെട്ടു. പെട്ടെന്ന് അവളുടെ ഉള്ളിൽ പഴയകാലത്തിന്റെ ഒരു ഓർമ്മ ഓടിയെത്തി. പെട്ടെന്ന് യൂൻജിന്റെ ഉള്ളിൽ ഒരു വെറുകയറി. യൂൻജിൻ അതോടെ തന്റെ ആക്രമണം തുടങ്ങുകയാണ്. സ്വബോധത്തോടെ അല്ലെങ്കിലും യൂൻജിൻ ആ റോബേഴ്സിനെ ആക്രമിച്ചു. അവരെ അടിച്ച് കീഴ്പ്പെടുത്തി ബാങ്കിലെ മോഷണം തടഞ്ഞു. പെട്ടെന്നാണ് യൂൻജിന് സ്വബോധം വരുന്നത്. താനെന്താ ചെയ്തത് എന്ന് പോലും മനസ്സിലാവാതെ ഒരു നിമിഷം നിന്നയവൾ ബാങ്കിൽ ക്യാമറയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതും തന്റെ മുഖം മറച്ച് അവിടെ നിന്നിറങ്ങിപ്പോന്നു. മറുവശത്ത് അപ്പോഴും സിസേഴ്സ് ഗ്യാങ് മെമ്പേഴ്സ് തങ്ങളുടെ ലീഡറായ യൂൻജിനെ അന്വേഷിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 കൊല്ലമായി ആ ഫൈറ്റിനു ശേഷം യൂൻജിനെ പറ്റിയൊരു വിവരവും ഇല്ലാതായിട്ട് അവർ ഒരുപാട് ശ്രമിച്ചെങ്കിലും യൂൻജിനെ കണ്ടെത്തുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ബാങ്കിലെ സംഭവം കൂടി ആയപ്പോൾ താൻ മറ്റാരോ ആണ്, തന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഓർമ്മകളുണ്ട് എന്ന ചിന്ത യൂൻജിനെ വല്ലാതെ പിടികൂടി. അതോടെ ലൈബ്രറിയിലെത്തി ബുക്കുകൾ വായിച്ച് എങ്ങനെ ഓർമ്മകൾ വീണ്ടെടുക്കാം എന്നതിനെപ്പറ്റി അവൾ റിസർച്ച് നടത്താൻ ആരംഭിച്ചു. അതിലൊന്നിൽ അവൾ കണ്ടത് ഇടിമിന്നലേറ്റാൽ ഓർമ്മകൾ തിരികെ വരുമെന്നായിരുന്നു. ശക്തമായ ഇടിമിന്നലുള്ള ഒരു ദിവസം അതിനുവേണ്ടി അവൾ ഒരു മലമുകളിൽ തന്നെ പോയി നിന്നു. അവളുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇടിമിന്നൽ പതിച്ചെങ്കിലും അവളുടെ ദേഹത്ത് അതൊന്ന് തൊട്ടതുപോലുമില്ല. ആ ശ്രമം പരാജയപ്പെട്ടു. അധികം വൈകാതെ ആ ഒരു പ്രദേശത്തേക്ക് വലിയൊരു കോൺവോയ് തന്നെ കടന്നു വരികയായിരുന്നു. ആ കാറിൽ നിന്നും ഇറങ്ങിയതാകട്ടെ വൈറ്റ് ഷാർക്ക് ഗ്യാങ്സ്റ്റർ സംഘത്തിന്റെ തലവനും അദ്ദേഹത്തിന്റെ അനുയായികളുമായിരുന്നു. യൂൻജിനിന്റെ സിസേഴ്സ് ഗ്യാങ്ങിന്റെ എതിരാളികളാണ് വൈറ്റ് ഷാർക്ക് ഗ്യാങ്സ്റ്റർ സംഘം. മുമ്പൊരു കരോക്കി അറ്റാക്കിൽ വെച്ച് മരണത്തോടവർ മല്ലിട്ടതായിരുന്നു. അതിൽ നിന്ന് അവർ സർവൈവ് ചെയ്തതാണ്. അവിടുത്തെ തങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തിച്ചേർന്ന വൈറ്റ് ഷാർക്ക് ലീഡർ അവിടുത്തെ സബോർഡിനേറ്റ്സിനെ വിളിച്ചു വരുത്തി. ജയച്ചോളിന്റെ കടയിൽ വന്ന് ഭക്ഷണം കഴിച്ച് പണം കൊടുക്കാതെ പ്രശ്നമുണ്ടാക്കി പോകുന്ന ഗ്യാങ്സ്റ്റേഴ്സ് ആയിരുന്നു അവർ. വൈറ്റ് ഷാർക്ക് ലീഡർ ആ നെയ്ബർഹുഡിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കച്ചവടക്കാരിൽ നിന്ന് കൂടുതൽ പണം പിരിക്കാനും അവർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും ആവശ്യപ്പെട്ടു. സംഭവം എന്തെന്നാൽ അവിടുള്ള കച്ചവടക്കാരെ മുഴുവൻ ഒഴിവാക്കി വലിയൊരു കമ്പനിക്ക് വേണ്ടി അവിടെ ഒരു മാൾ പണിയാൻ വൈറ്റ് ഷാർക്ക് സംഘം പദ്ധതിയിട്ടിരുന്നു. വൈകാതെ അവർ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും തുടങ്ങി. അടുത്തൊരു ദിവസം പതിവ് പോലെ പ്രശ്നക്കാരായ കുട്ടികളുമായി അടിയുണ്ടാക്കി പരിക്കുകളുമായി ജിഹ്യൂൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവൾ കണ്ടത് ജയച്ചോൾ യൂൻജിനെ നൂഡിൽസ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നതായിരുന്നു. ചേർന്ന് നിന്ന് തന്റെ അച്ഛൻ അത്തരത്തിൽ ഒരു സ്ത്രീയോട് അടുത്തിടപഴകുന്ന കണ്ടതും ജിഹ്യൂന് സഹിച്ചില്ല. അവിടെ പ്രശ്നമുണ്ടാക്കി ദേഷ്യപ്പെട്ട് ജിഹ്യൂൻ വീട് വിട്ടിറങ്ങിപ്പോന്നു. പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന അവളെ സ്കൂളിലെ പ്രശ്നക്കാരായ കുട്ടികൾ വീണ്ടും വളഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ ആരംഭിച്ചു. പക്ഷേ ആ സമയത്ത് ജിഹ്യൂന് പിന്നാലെ അവളെ വിളിച്ചുകൊണ്ടുവരാൻ ചെന്ന യൂൻജിൻ അങ്ങോട്ടേക്ക് എത്തുകയാണ്. പ്രശ്നക്കാരായ ആ കുട്ടികളെ ജിഹ്യൂനെ ഉപദ്രവിക്കാതിരിക്കാൻ അന്ന് അവൾ ഒരു പാഠം പഠിപ്പിച്ചു. അതിശയത്തോടെയായിരുന്നു ജിഹ്യൂൻ അത് കണ്ടത്. അന്നുവരെ യൂൻജിനെ ഇഷ്ടമല്ലാതിരുന്ന ജിഹ്യൂന് അന്നു മുതൽ അവളോട് താല്പര്യം തോന്നി തുടങ്ങുകയാണ്. യൂൻജിൻ തന്റെ വണ്ടിയിൽ ജിഹ്യൂനെ വീട്ടിലേക്ക് എത്തിച്ചു. വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ജിഹ്യൂന്റെ അവസ്ഥ കണ്ട് യൂൻജിൻ എന്തോ പ്രശ്നത്തിൽ പോയി പെട്ട് മകൾ കടിയേറ്റതാണ് എന്നായിരുന്നു ജയച്ചോൾ ചിന്തിച്ചത്. അതിന്റെ പേരിൽ യൂൻജിന് ശകാരം കേൾക്കുകയും ചെയ്തു. അടുത്ത ദിവസം യൂൻജിൻ തന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടുമോ എന്നറിയാൻ വേണ്ടി ശ്രമിക്കാൻ പോകുന്നു എന്നൊരു കുറിപ്പെഴുതി വെച്ച് ജയച്ചോളിന്റെ കടവിട്ടുപോയി. വളരെ പ്രശസ്തമായ ഒരു അമ്പലത്തിലേക്ക് ചെന്ന അവൾ അവിടുത്തെ സന്യാസിയെ കണ്ട് തന്റെ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ചോദിച്ചു. സന്യാസി അവളെ പരിശോധിച്ചു. അവളുടെ പുറംഭാഗം കണ്ടപ്പോൾ പുറംഭാഗത്തുണ്ടായിരുന്ന ഗ്യാങ്സ്റ്റർ ടാറ്റു സന്യാസിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞെട്ടലോടെ അവളൊരു ഗ്യാങ്സ്റ്റർ ആയിരുന്നു എന്ന കാര്യം സന്യാസി തിരിച്ചറിയുകയാണ്. അതോടെ അവൾ ഇല്ലാതാവുന്നതാണ് സമൂഹത്തിന് നല്ലത് എന്ന് ചിന്തിച്ച ആ സന്യാസി കാട്ടിൽ പോയി വെള്ള നിറത്തിലുള്ള പാമ്പിനെ കണ്ടെത്താനും അതിനെ പിടികൂടി അതിന്റെ വിഷം കുടിക്കാനും അവളോടായി പറഞ്ഞു. എങ്കിൽ ഓർമ്മ തിരികെ കിട്ടും എന്നും കൂട്ടിച്ചേർത്തു. യൂൻജിൻ പോയതോടെ ഫുഡ് ഡെലിവറി ജോലിയൊക്കെ ജിഹ്യൂന്റെ തലയിലേക്ക് വന്നു വീണിരുന്നു. എന്തുമാത്രം കഷ്ടതയുള്ള ജോലിയാണ് ഒരു പരാതിയും പറയാതെ യൂൻജിൻ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ജിഹ്യൂൻ ആ സമയമാണ് തിരിച്ചറിഞ്ഞത്. യൂൻജിനോട് അവൾക്ക് കൂടുതൽ മതിപ്പ് തോന്നി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു വ്യക്തി ജയച്ചോളും ജിഹ്യൂനും കൂടി നിൽക്കുമ്പോ അവരുടെ അടുത്തേക്ക്
നടന്നു വന്നു. അവർ നോക്കുമ്പോൾ അത് യൂൻജിനാണ്. താൻ കാട്ടിലായിരുന്നെന്നും വെള്ളക്കളറുള്ള പാമ്പിനെ പിടിക്കാൻ നടക്കുകയായിരുന്നു എന്നും അവൾ അവരോടായി പറഞ്ഞു. പിന്നാലെ വീടിനകത്തെത്തിയ അവൾ പിടിച്ചുകൊണ്ടുവന്ന പാമ്പിനെ എടുത്ത് അതിനെ കറിവെച്ച് അതിനെ കഴിച്ചു. ഓർമ്മകൾ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിച്ചു. സന്യാസി പറഞ്ഞ പോലെ അതിന്റെ വിഷമൊന്നും കഴിക്കാൻ അവൾ കൂട്ടാക്കിയില്ല. പക്ഷെ അവൾ അത്രയ്ക്കും കഷ്ടപ്പെട്ട് അതൊക്കെ ചെയ്തിട്ടും അവളുടെ ഓർമ്മ തിരികെ വന്നതേയില്ല. അടുത്ത ദിവസം അവരുടെ ഷോപ്പിലേക്ക് 2 പോലീസ് ഉദ്യോഗസ്ഥർ കയറി വന്നു. അവരെ കണ്ടതും യൂൻജിൻ അല്പം പാനിക്കായിരുന്നു. യൂൻജിനെ ചോദിച്ചാണ് അവർ വന്നതെന്നുകൂടി അറിഞ്ഞതോടെ ജേച്ചോൾ യൂൻജിനെയും കൂട്ടി പിൻവശത്തൂടെ രക്ഷപ്പെട്ടു പോവാൻ ശ്രമിച്ചു. പോലീസ് സംഘം അവരുടെ പിന്നാലെ വെച്ചുപിടിച്ചു. രക്ഷപ്പെട്ടു പോവാനുള്ള ശ്രമത്തിനിടയിൽ ജേച്ചോളിന്റെ വണ്ടി ബ്രേക്ക് ഡൌൺ ആയി. അതോടെ പോലീസ് അവരെ വളഞ്ഞു പിടിക്കുകയാണ്. പക്ഷേ പേടിച്ച പോലെ ഒന്നിനുമായിരുന്നില്ല പോലീസ് യൂൻജിനെ തേടിയെത്തിയത്. ബാങ്കിൽ വെച്ച് നടന്ന മോഷണ ശ്രമം യൂൻജിൻ തടഞ്ഞിരുന്നല്ലോ. അതിനവളെ ആദരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പോലീസിൽ നിന്ന് ധീരതയ്ക്കുള്ള ആ അവാർഡ് കിട്ടിയതിന് പിന്നാലെ ആ നെയ്ബർഹുഡിലെ ഷോപ്പുകളുടെ അസോസിയേഷൻ അവരുടെ ലീഡറായി യൂൻജിനെ തിരഞ്ഞെടുത്തു. നിലവിൽ ഗ്യാങ്സ്റ്റേഴ്സ് അതിക്രമം കാണിക്കുന്നതുകൊണ്ട് അവർക്കെതിരെ നിൽക്കാൻ കരുത്തും ധൈര്യവുമുള്ള വ്യക്തി വേണം എന്നതുകൊണ്ടായിരുന്നു അത്. യൂൻജിനാകുമ്പോൾ അവർക്കെതിരെ പ്രതികരിച്ചു നിന്നോളും, തങ്ങളുടെ കടകൾ ഒഴിപ്പിക്കപ്പെടില്ല എന്നൊക്കെ അവർ ചിന്തിച്ചിരുന്നു. ആ സമയമാണ് അതുവഴി വൈറ്റ് ഷാർക്ക് ലീഡറും ഒരു അസിസ്റ്റന്റും വരുന്നത്. നടക്കുന്ന സംഭവങ്ങൾ വൈറ്റ് ഷാർക്ക് ലീഡർ കണ്ടു. പക്ഷേ അവിടെ ഷോപ്പ് ഓണർ അസോസിയേഷന്റെ ലീഡറായി നിയമിക്കപ്പെടുന്നത് തന്റെ എതിരാളി സംഘമായ സിസേഴ്സ് ഗ്യാങ്ങിന്റെ ലീഡർ യൂൻജിനാണ് എന്നപ്പോൾ അയാൾ അറിഞ്ഞിരുന്നില്ല. അത്തരത്തിൽ വലിയ കഴിവുള്ള ഒരാൾ ലീഡറായ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ, അതാരാണെന്ന് ശരിക്കൊന്നും അറിയണമല്ലോ എന്ന് കരുതി ജേച്ചോളിന്റെ ഷോപ്പിൽ നിന്ന് വൈറ്റ് ഷാർക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വൈറ്റ് ഷാർക്ക് ലീഡർ ഫുഡ് ഓർഡർ ചെയ്തു. ഓർഡർ ഡെലിവറി ചെയ്യാൻ എത്തിയത് യൂൻജിൻ ആയിരുന്നു. യൂൻജിനെ ഒരു ഡെലിവറി ഗേളായി കണ്ട് അക്ഷരാർത്ഥത്തിൽ വൈറ്റ് ഷാർക്ക് ലീഡർ ഞെട്ടുന്നുണ്ട്. അത് ശരിക്കും യൂൻജിൻ തന്നെയാണോ എന്ന തരത്തിലുള്ള സംശയവും അതോടെ ലീഡറിന്റെ ഉള്ളിൽ വന്നു. അതോടെ യൂൻജിനെ പറ്റി കൂടുതൽ അറിയണം. സൂസു എന്ന് വിളിക്കപ്പെടുന്ന അവൾ യൂൻജിൻ ആണോ എന്ന് മനസ്സിലാക്കണം. ആണെങ്കിൽ അതിനൊരു പ്രതിവിധി ഉണ്ടാകണം, അവളെ വകവരുത്തണം എന്നുള്ള തീരുമാനമെടുത്ത് വൈറ്റ് ഷാർക്ക് ഗ്യാങ് ലീഡർ മുമ്പ് യൂൻജിനിന്റെ ഭർത്താവ് തന്നെ കൊലപ്പെടുത്തിയ നാൻമാൻ എന്ന ഗ്യാങ്സ്റ്ററുടെ സഹോദരൻ ജുൻമാനെ ഹയർ ചെയ്ത് അതിനേൽപ്പിക്കുകയാണ്. സൂസു എന്ന് വിളിക്കപ്പെടുന്ന ആ പെൺകുട്ടി സിസർ ഗ്യാങ്ങിന്റെ ലീഡർ യൂൻജുൻ ആണ് എന്ന് പ്രൂവ് ചെയ്യുവാനും അവളെ പ്രകോപിപ്പിക്കുവാനും പലതരത്തിൽ ജുൻമാൻ ശ്രമിച്ചെങ്കിലും ഒക്കെയും പരാജയപ്പെട്ടു. ഗ്യാങ്സ്റ്റർ ആന്തം പാടുകയും കത്രിക കാണിച്ച് അവളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയും എന്തിനേറെ പറയുന്നു തന്റെ പുറത്തുള്ള അവരുടെ ഡ്രാഗൺ ടാറ്റു കാണിച്ച് ഗ്യാങ്സ്റ്റർ ടാറ്റു വെളിപ്പെടുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഒക്കെയും പരാജയപ്പെട്ടു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പണ്ട് യൂൻജിനെ മേക്കപ്പ് ചെയ്യുകയും വിവാഹത്തിന് അണിയിച്ചൊരുക്കുകയും ഒക്കെ ചെയ്ത ഷെറിൻ എന്ന പെൺകുട്ടി ജേച്ചോളിന്റെ റെസ്റ്റോറന്റിലേക്ക് വരികയാണ്. അന്ന് ജേച്ചോളിന് ഫുഡ് വിളമ്പിയത് യൂൻജിൻ ആയിരുന്നു. യൂൻജിനെ കണ്ടതും ഷെറിൻ തിരിച്ചറിഞ്ഞു. പഴയ കാര്യങ്ങൾ പറഞ്ഞും ഓർമ്മിപ്പിക്കുവാൻ ആക്ഷൻസ് കാട്ടിയും ഷെറിൻ ശ്രമിച്ചെങ്കിലും യൂൻജിനൊന്നും ഓർക്കുന്നുണ്ടായിരുന്നില്ല. ഷെറിൻ എന്തോ വട്ടാണ് എന്നായിരുന്നു യൂൻജിൻ ചിന്തിച്ചത്. അതേസമയം അന്ന് പുറത്ത് യൂൻജിനെ വകവരുത്തുവാൻ ജുൻമാൻ തയ്യാറെടുത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഷെറിൻ പുറത്തേക്കിറങ്ങി വരുന്നത്. ആ വഴി വന്ന മറ്റൊരു മോട്ടോർ സൈക്കിളുകാരനും അതിലേക്ക് ശ്രദ്ധ തിരിച്ചോടിച്ചുകൊണ്ടായിരുന്നു വന്നത്. മോട്ടോർ സൈക്കിൾ ജുൻമാനെ ഇടിച്ചു തെറിപ്പിച്ചു. ആ അപകടത്തിൽ വലിയ പരിക്കേറ്റ ജുൻമാൻ ആശുപത്രിയിൽ അഡ്മിറ്റാക്കപ്പെട്ടിരുന്നു. അതോടെ യൂൻജുനെ കൊല്ലാനുള്ള ജുൻമാന്റെ ശ്രമം അവസാനിപ്പിക്കപ്പെട്ടു. പക്ഷേ യൂൻജുനെ കൊല്ലാൻ പോയ ജുൻമാൻ അങ്ങനെ അപകടം പറ്റി പരിക്കേറ്റ് സംസാരിക്കാൻ പോലും പറ്റാതെ കിടക്കുന്ന കണ്ടതും വൈറ്റ് ഷാർക്കിന്റെ ലാഡർ തെറ്റിദ്ധരിച്ചത് യൂൻജുൻ അടിച്ച് ജുൻമാനെ ആ അവസ്ഥയിൽ എത്തിച്ചതാണെന്നായിരുന്നു. മറുവശത്ത് ഷെറിനാകട്ടെ യൂൻജുനെ തിരിച്ചറിഞ്ഞിരുന്നതുകൊണ്ട് തനിക്ക് പരിചയമുള്ള സിസേഴ്സ് ഗ്യാങ്ങിലെ മെമ്പേഴ്സിനെ വിളിച്ച് ആ കാര്യം അറിയിച്ചു. കൂട്ടത്തിൽ യൂൻജുനിന്റെ വിചിത്രമായ പെരുമാറ്റത്തെപ്പറ്റിയും ഓർമ്മകളില്ലാത്തതിനെപ്പറ്റിയും ഷെറിൻ വ്യക്തമാക്കി. അടുത്ത ദിവസം സിസേഴ്സ് ഗ്യാങ്ങിലെ മെമ്പേഴ്സ് യൂൻജുനെ കാണാനെത്തി. യൂൻജുനു മുമ്പിൽ മുട്ടുകുത്തി അവർ തങ്ങളുടെ ലീഡറിന് അഭിവാദ്യം അർപ്പിച്ചു. പിന്നാലെ യൂൻജുൻ ആരാണെന്നും എന്താണെന്നുമുള്ള കാര്യം യൂൻജുനിന്റെ പഴയ ഫോട്ടോസും വിവാഹ ഫോട്ടോസും ഒക്കെ വെച്ച് അവർ വിശദീകരിച്ചു. യൂൻജിന്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ഷോപ്പ് ഓണേഴ്സ് ഒക്കെയും അത് കേട്ട് ഭയന്നിരുന്നു. ജേച്ചോളിന്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അയാൾ ഞെട്ടിത്തെറിച്ചു നിന്നു. ആ വിവരം ജേഹ്യൂന്റെ ചെവിയിലും എത്തി. അന്ന് വൈകിട്ട് ഷോപ്പിന്റെ റൂഫ് ടോപ്പിൽ വെച്ച് യൂൻജിൻ തിരികെ പോകുമോ എന്നുള്ള തരത്തിൽ ജേഹ്യൂൻ ചോദിച്ചു. ഒന്നും രണ്ടും പറഞ്ഞ് അവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. യൂൻജിനെ ജേഹ്യൂൻ അത്രമേൽ ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു. ഒരു ഘട്ടത്തിൽ തങ്ങളെ ചതിക്കാൻ വന്ന ഗ്യാങ് ലീഡറാണോ യൂൻജിൻ എന്നുവരെ ജേഹ്യൂൻ സംശയിച്ചു. ഒരു വടിയെടുത്ത് യൂൻജിനെ ആക്രമിക്കാൻ അവൾ ചെന്നു. ജേഹ്യൂനെ തടയാനും ഒഴിഞ്ഞുമാറുവാനുമുള്ള ശ്രമത്തിനിടയിൽ യൂൻജിൻ ആ കെട്ടിടത്തിന് മുകളിൽ നിന്ന് നിലതെറ്റി താഴേക്ക് പതിക്കുകയാണ്. ഒരു ട്രാഷ് ബിന്നിന്റെ മുകളിലേക്കായിരുന്നു അവൾ
ചെന്നു വീണത് അവളുടെ തലയിടിക്കുകയും ചെയ്തു. പെട്ടെന്നുള്ള ആ സംഭവത്തിൽ യൂൻജിനിന് തന്റെ പഴയ ഓർമ്മകൾ തിരികെ വന്നു. എന്നിരുന്നാലും അവിടം വിട്ടു പോകുവാൻ യൂൻജിൻ തയ്യാറായിരുന്നില്ല. വൈറ്റ് ഷാർക്ക് ഗ്യാങ് ആ നെയ്ബർഹുഡിലെ കച്ചവടക്കാരോട് ചെയ്യുന്ന അനീതിക്കെതിരെ പ്ലക്കാർഡും ഉയർത്തിക്കൊണ്ട് തെരുവിൽ അവൾ സമരത്തിനിറങ്ങി. പക്ഷെ അത് തടയാനും യൂൻജിനെ ആക്രമിക്കാനും ഗ്യാങ്സ്റ്റർ സംഘം എത്തുകയാണ്. പിന്നെ പറയണ്ടല്ലോ, യൂൻജിൻ ഗ്യാങ്സ്റ്റേഴ്സിനെതിരെ വലിയ ഫൈറ്റിൽ തന്നെ ഏർപ്പെട്ടു. ശക്തമായ ഫൈറ്റ് തന്നെ അരങ്ങേറി. ഒരു ഘട്ടത്തിൽ യൂൻജിൻ അവശതയിലായിരുന്നു. ഭാഗ്യവശാൽ അതുവഴി വന്ന ഒരു ഷോപ്പ് ഓണർ യൂൻജിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. യൂൻജിനെ അങ്ങനൊന്നും കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്ന് മനസ്സിലായതും ചതിയിലൂടെ കീഴ്പ്പെടുത്താൻ വൈറ്റ് ഷാർക്ക് ലീഡർ തീരുമാനിക്കുകയാണ്. ജയച്ചോളിനെ അതിനുവേണ്ടി വൈറ്റ് ഷാർക്ക് ലീഡർ തന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തി. തനിക്കു വേണ്ടി യൂൻജിനെ ട്രാപ്പ് ചെയ്തു തരണം എന്നാവശ്യപ്പെട്ടു. ജയച്ചോൾ മടിച്ചപ്പോൾ ജയച്ചോളിന്റെ മകൾ ജയ്ഹ്യൂനെ തന്റെ ഗ്യാങ്സ്റ്റേഴ്സിനെ വിട്ട് അയാൾ ബന്ദിയാക്കിച്ചു. യൂൻജിനെ പിടികൂടാൻ തന്നെ സഹായിച്ചാൽ മാത്രമേ മകളെ വിട്ടുതരികയുള്ളൂവെന്നും അല്ലെങ്കിൽ അവളെ വേശ്യാലയത്തിന് വെക്കുമെന്നും ജയച്ചോളിനെ പറഞ്ഞ് അയാൾ ഭീഷണിപ്പെടുത്തി. മറുവശത്ത് യൂൻജിനാകട്ടെ അപ്പോഴേക്കും സിസേഴ്സ് ഗ്യാങ്ങിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തിയിരുന്നു. ഓർമ്മകളൊക്കെ തിരികെയെത്തി തന്റെ പൊസിഷനിൽ തിരികെ പ്രവേശിച്ചിരുന്നു. പിന്നാലെയാണ് ജയ്ച്ചോളിന്റെ ഫോൺ കോൾ യൂൻജിനെ തേടിയെത്തുന്നത്. ജിഹ്യൂനെ വൈറ്റ് ഷാർക്ക് സംഘം തട്ടിക്കൊണ്ടുപോയെന്നും രക്ഷപ്പെടുത്താൻ സഹായിക്കണം എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അത്. പിന്നാലെ ജിഹ്യൂനെ രക്ഷപ്പെടുത്താൻ ജയച്ചോൾ പറഞ്ഞയിടത്തേക്ക് യൂൻജിൻ എത്തുകയാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അതൊരു ട്രാപ്പായിരുന്നു എന്ന കാര്യം യൂൻജിൻ തിരിച്ചറിയുന്നത്. യൂൻജിൻ അങ്ങോട്ടേക്ക് എത്തിയതും ജിഹ്യൂനെ വൈറ്റ് ഷാർക്ക് ഗ്യാങ് മെമ്പേഴ്സ് ജയച്ചോളിനായി വിട്ടുകൊടുത്തു. തന്റെ മകളുമായി ജയച്ചോൾ അവിടെ നിന്ന് പോവാൻ ആരംഭിച്ചു. ജയച്ചോൾ യൂൻജിനെ ചതിച്ചതാണ് എന്ന് തിരിച്ചറിഞ്ഞ ജിഹ്യൂൻ അച്ഛനെതിരെ ഒച്ചയുണ്ടാക്കിയെങ്കിലും ജയച്ചോൾ മകളെയും കൂട്ടി അവിടെ നിന്ന് പോയി. പിന്നെ അവിടെ ശക്തമായൊരു ഫൈറ്റ് അരങ്ങേറുകയാണ്. ഒരുപാട് എതിരാളികൾ ഉള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ യൂൻജിൻ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ വൈറ്റ് ഷാർക്ക് മെമ്പേഴ്സിലെ ഗ്യാങ്സ്റ്റർ യൂൻജിനെ ഒരു റോഡ് ഉപയോഗിച്ച് കുത്താനായി മുമ്പോട്ട് ആഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് തിരികെ എത്തിയിരുന്ന ജയച്ചോൾ ആ കുത്ത് ഏറ്റുവാങ്ങി യൂൻജിനെ രക്ഷപ്പെടുത്തുകയാണ്. തനിക്കു വേണ്ടി ജയച്ചോൾ ജീവൻ നഷ്ടപ്പെടുത്തിയത് കണ്ടതും കൂടുതൽ അരിശവും ദേഷ്യവും കയറിയ യൂൻജിൻ കനത്ത രീതിയിൽ എതിരാളികൾക്കെതിരെ ഫൈറ്റ് ചെയ്തു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് യൂൻജിന്റെ സബോർഡിനേറ്റ്സും എത്തിച്ചേർന്നിരുന്നു. അവളുടെ പ്രധാന ആയുധമായ വലിയ കത്രിക അവൾക്കായി അവർ ഇട്ടുകൊടുത്തു. വൈറ്റ് ഷാർക്ക് ലീഡറെ കൊലപ്പെടുത്താൻ അവൾ കത്രിക എടുത്തെങ്കിലും ഒടുവിൽ കൊലപ്പെടുത്താതെ ജീവൻ മാത്രം ബാക്കി വെച്ച് ജീവിക്കാൻ വേണ്ടി അയാൾ അപേക്ഷിച്ചപ്പോൾ വിട്ടൊഴിയുകയാണ്. നെയ്ബർഹുഡും ഷോപ്പിംഗ് മാളും ഒക്കെ ഉപേക്ഷിച്ച് വൈറ്റ് ഷാർക്ക് മെമ്പേഴ്സ് അവിടെ നിന്നും മടങ്ങിപ്പോയിരുന്നു. അതൊക്കെ മനസ്സിലാക്കിയ അവിടുത്തെ ഷോപ്പ് ഓണേഴ്സ് യൂൻജിനെ നന്ദി പറഞ്ഞു. യൂൻജിൻ അതോടെ വീണ്ടും ഗ്യാങ്സ്റ്റർ ലീഡറായി തന്റെ ഇടത്തേക്ക് മടങ്ങാനൊരുങ്ങി. ആ സമയമാണ് ഒരു വണ്ടി അവരുടെ വാഹനത്തിന് വട്ടം വന്ന് നിൽക്കുന്നത്. ആ സ്കൂട്ടർ ഓടിച്ചിരുന്നത് ജിഹ്യൂനായിരുന്നു. അച്ഛൻ മരിച്ചതിൽ പിന്നെ ജിഹ്യൂൻ അനാഥയായല്ലോ. ജിഹ്യൂനെ യൂൻജിൻ തന്റെ കൂടെ അവളുടെ ആഗ്രഹപ്രകാരം സിസർ ഗ്യാങ്ങിലേക്ക് കൂട്ടുകയാണ്. സിസർ ഗ്യാങ് തങ്ങളുടെ പ്രവൃത്തികൾ തുടർന്നു പോന്നു. ഒരു തുറമുഖ പ്രദേശത്ത് വെച്ച് സിസർ ഗ്യാങ് മെമ്പേഴ്സായ യൂൻജിനും ജിഹ്യൂനും മറ്റ് മെമ്പേഴ്സും ഒരു ലേഡി നേതൃത്വം കൊടുക്കുന്ന എതിരാളി ഗ്യാങ്ങിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.